ബി.ജെ.പി വക്താവ് ശ്രീ സന്ദീപ് വാര്യർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, താങ്കൾ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അല്പസമയം മുൻപാണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ജയപ്രകാശ് ചില കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞത്. ഇത്രയും നാൾ അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നത് CPM-ന്റെ SFIയുടെ ചില ഉന്നത നേതാക്കന്മാർക്ക് പങ്കുണ്ടെന്നാണെങ്കിൽ ഇന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്കെതിരെ പേരെടുത്തു പറഞ്ഞിരിക്കുന്നു. ക്യാമ്പസിലെ നിത്യസന്ദർശകനാണ്, ഈ ആക്രമണങ്ങൾക്ക് മുഴുവൻ നേതൃത്വം നൽകിയ ആളാണ് ആർഷോ എന്ന് താൻ സംശയിക്കുന്നു. ആർഷോയെ പ്രതി ചേർത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാൽ അക്കാര്യത്തിൽ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു വിശ്വാസവുമില്ല. നിരവധി കേസുകളിൽ പ്രതിയായ ആർഷോ ഇപ്പോഴും സൂര്യവികാരം നടക്കുന്ന കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൽ നീതി പ്രതീക്ഷിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം ചേർത്ത് വെച്ചു. ശ്രീ സന്ദീപ് വാര്യർ, സിദ്ധാർത്ഥന്റെ കൊലപാതകം കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചിട്ടുള്ള സമാനതകളില്ലാത്ത ഒരു ക്രൂരമായ കൊലപാതകം തന്നെയായിരുന്നു. കേരളത്തിലെ രക്ഷിതാക്കൾ, പ്രത്യേകിച്ചും കോളേജുകളിൽ മക്കളെ അയക്കുന്ന രക്ഷിതാക്കളൊക്കെ വളരെ ഭീതിയോടുകൂടിയാണ് ഇപ്പൊ മക്കളെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ഉന്നയിക്കുന്ന ആക്ഷേപം എന്ന് പറയുന്നത് അതീവ ഗുരുതരമാണ്. ഇന്ന് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരായിട്ടുള്ള ആക്ഷേപമാണ്. ആ ആക്ഷേപത്തിന് തീർച്ചയായിട്ടും ഒരു ചില കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. കാരണം ആർഷോയുടെ പശ്ചാത്തലം തന്നെ ക്രിമിനൽ പശ്ചാത്തലമാണ്. പല ക്രിമിനൽ കേസുകൾ പ്രതിയാണ്, പോലീസ് തെരയുന്ന പ്രതിയാണ്. അത്തരത്തിൽ ആർഷോ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള നേതാവാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ ആരോപണം എന്ന് പറയുന്നത് ഗൗരവതരമാണ്, അന്വേഷിക്കേണ്ടതാണ്. ഒപ്പം ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആസൂത്രിതമായ ശ്രമം നടത്തുന്നു എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാണ്. സിദ്ധാർത്ഥിനെതിരായിട്ട് പരാതി കൊടുപ്പിക്കാൻ വേണ്ടി വളരെ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ശ്രമം ഉണ്ടായി. ഒരു പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു, അതും സിദ്ധാർത്ഥിന്റെ മരണശേഷം പരാതി കൊടുപ്പിക്കുന്നു. സിദ്ധാർത്ഥിനെ ഒരു പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരാളായി ചിത്രീകരിക്കാനുള്ള ശ്രമമുണ്ടായി. സിദ്ധാർത്ഥിന്റെ പ്രതിച്ഛായ നശിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി. അതിനൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഴുവൻ ഭരണകൂടത്തിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് തേച്ചുമാറ്റി കളയുവാനുള്ള ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതില് നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിന് പ്രഖ്യാപിച്ചതിന് ശേഷവും CBIക്ക് കേസ് കൊടുക്കാനുള്ള ഒരു തരത്തിലുള്ള നിയമപരമായ നടപടിക്രമം ഇവർ പൂർത്തിയാക്കിയിരുന്നില്ല. ഒടുക്കം ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം തുറന്നു പറഞ്ഞപ്പോഴാണ് തിടുക്കത്തിൽ CBIക്ക് ഈ കേസ് കൈമാറാനുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത്. അപ്പൊ ഈ കേസ് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു പരിശ്രമം തുടക്കം മുതൽക്ക് തന്നെ നടക്കുന്നു. അത് SFIയുടെ സംസ്ഥാന തലത്തിലെ നേതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ളത് തീർച്ചയായിട്ടും സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ ആരോപണത്തോടുകൂടി അത്തരത്തിലൊരു സംശയം കൂടി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരികയാണ്. ഇക്കാര്യത്തിൽ അന്വേഷണം അനിവാര്യമാണ്. ഇനിയും ഒരു സിദ്ധാർത്ഥൻ ആവർത്തിച്ചുകൂടാ. കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് ഉയരുന്നത് സിദ്ധാർത്ഥിനെ പോലെയുള്ള പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, നല്ലൊരു ഭാവി ആഗ്രഹിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന് പോകുന്ന ഒട്ടേറെ യുവാക്കളുടെ, യുവതി യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വലിയ തോതിലുള്ള വേദനയും അവരുടെ കരച്ചിലുമാണ് പുറത്തേക്ക് വരുന്നത്. SFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഗുണ്ടായിസം, ഈ ആക്രമണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സമൂലമായി തകർത്തിരിക്കുകയാണ്. കേരളത്തിലെ ഏകദേശം 37% സീറ്റുകൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ സീറ്റുകൾ ഇപ്പൊ കാലിയായി കിടക്കുകയാണ്. എന്താ അതിന് കാരണം? ഈ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ SFI അടക്കമുള്ള ഇത്തരം ഗുണ്ടാസംഘങ്ങൾ, വിദ്യാർത്ഥി ഗുണ്ടാസംഘങ്ങൾ നടത്തുന്ന അക്രമത്തെ തുടർന്ന് അവിടെ പഠിക്കാൻ പോകാൻ ഇപ്പൊ കുട്ടികൾക്ക് താല്പര്യമില്ല. തങ്ങളെ മക്കളെ അങ്ങോട്ട് അയക്കാൻ രക്ഷിതാക്കൾക്ക് താല്പര്യമില്ല. അവരെല്ലാവരും തമിഴ്നാട്ടിലെയോ കർണാടകയിലെയോ, എന്തിനേറെ ഡൽഹിയിലെ ഗുഡ്ഗാവ് വരെയുള്ള സ്ഥലങ്ങളിൽ പോയി പഠിക്കുകയാണ്. പലരും വിദേശത്തേക്ക് പോകുന്നു. അങ്ങനെ കേരളം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ്. അങ്ങനെ മാറ്റിയത് SFI ആണ്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ ആക്ഷേപം അത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ കൂടി സംശയമാണ്. ആ സംശയ ദൂരീകരണം നടത്താനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ സർക്കാരിനുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണമാണ് നടക്കേണ്ടത്. ശ്രീ സന്ദീപ് വാര്യർ, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് നോക്കൂ, ലജ്ജ തോന്നുന്നല്ലെങ്കിൽ നമുക്കൊക്കെ തല താഴ്ത്തേണ്ടി വരുന്ന ചില പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. മുഖ്യമന്ത്രി തനിക്ക് നൽകിയ ഉറപ്പ് സംസ്ഥാന സർക്കാർ തന്നെ ചതിച്ചു. ഒരു അച്ഛൻ മകൻ നഷ്ടപ്പെട്ട് 41 ദിവസം പൂർത്തിയായി, 40 ദിവസം കഴിഞ്ഞ് 41 ദിവസത്തെ ആ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം പറയുകയാണ്, തൻ്റെ മകൻ്റെ പേരിൽ തന്നെ ചതിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ, ആഭ്യന്തര വകുപ്പ് തന്നെ ചതിക്കുകയായിരുന്നു. അത്തരത്തിൽ ഒരു അച്ഛന് തുറന്നു പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം അല്ലെങ്കിൽ അവരുടെ നിലപാടുകളൊക്കെ മാറി മറിഞ്ഞു എന്ന് പറയുമ്പോൾ വലിയ നാണങ്ങളുണ്ടാക്കും. അതാണല്ലോ ഇപ്പൊ പിണറായി വിജയന്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ചതി തന്നെയാണ്. അത് അദ്ദേഹത്തിന്റെ നിരന്തരമായിട്ടുള്ള പാർട്ടി നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിലും ഒക്കെ ഇത്തരം ചതികൾ കാണാൻ സാധിക്കും. ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സിദ്ധാർത്ഥന്റെ അച്ഛനോട് ചെയ്ത ചതി, സിദ്ധാർത്ഥന്റെ കുടുംബത്തോട് ചെയ്ത ചതി കേരളത്തിലെ ജനങ്ങൾ പൊറുക്കാൻ പോകുന്നില്ല. തന്റെ മകന്റെ കൊലയാളികളെ കണ്ടെത്തണമെന്ന ന്യായമായ ആവശ്യമായി മുന്നിൽ ചെന്ന ആ മകനോട് കേരളത്തിലെ മുഖ്യമന്ത്രി കാണിച്ചിട്ടുള്ള ചതി, വഞ്ചന, അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. ഇവിടെ ആ സിദ്ധാർത്ഥിന്റെ കൊലയാളികളെ കണ്ടെത്താനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിൻ്റെതായിരുന്നു. പക്ഷേ ആ കൊലയാളികൾ
തന്റെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരാണെന്ന് കണ്ടതോടുകൂടി അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നെറികെട്ട പ്രവർത്തനങ്ങളുമായി കേരളത്തിലെ ഇടത് സർക്കാർ മുന്നോട്ട് പോയിരിക്കുകയാണ്. പിണറായി വിജയൻ മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇത് കേരളത്തിലെ പൊതുസമൂഹം വിശിഷ്യ ഒരു സംശയവും വേണ്ട. എന്തായാലും വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ പ്രതികരിച്ചു. എന്തായാലും